ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ഡെക്കിനൊരു റൂഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കണ്ടോ, അപ്പുറത്തെ ഡെക്കിന് ഞങ്ങളൊരു റൂഫ് ഉണ്ടാക്കിയതാണ്. അത് നന്നായിട്ട് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനും ഒരു റൂഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം ഞങ്ങൾ. ഹസ്ബൻഡും മോനുമാണ് ഇത് ചെയ്യുന്നത്. ഞാനും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള തടികളെല്ലാം ഇവിടെ കണ്ടോ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനെല്ലാം ഫിറ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് തൂണ് താണ്ട് ഇവിടെ ഇറക്കിയേക്കുവാണ്. നോക്കുവാണ് അതിൻ്റെ വലിപ്പമായിട്ട് കണക്കാകാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു തൂണിപ്പം നമ്മൾ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ചെരുവൊക്കെ റെഡിയായിട്ട് വരണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതില്ല. ഫുള്ള് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഓരോ പാർട്ടുകൾ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുള്ളായി കഴിയുമ്പോൾ ഞാൻ ഫുള്ള് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ഒരു ബാർബിക്യൂ മെഷീനാണ്. അത് ഇങ്ങനെ മഴ നനഞ്ഞ് കിടന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം പൊടി പിടിച്ച് കിടക്കുവാണ്. നമുക്കൊരു ദിവസം ബാർബിക്യൂ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ പണിയായുധങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മുടെ അളവ് പിടിക്കുന്ന സ്കെയിലാണ്. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ തടിയൊക്കെ മുറിക്കുന്ന ഒരു സാധനമാണ്. സോ പോലത്തെ സംഭവങ്ങൾ തടിയെല്ലാം ഇതെല്ലാം ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഏണികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഫില്ലിംഗ് മെഷീനാണ്. ഫില്ലിംഗ് മെഷീൻ അതിൻ്റെ ഓരോ ബിറ്റുകളാണ് ഈ കാണുന്നത്. ഇതുണ്ട്, നമ്മൾ ഇപ്പം 2 കാല് നാട്ടി അതിൻ്റെ മുകളിൽ ഒരു പലക തടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ മേൽക്കുര ഇത്രത്തോളം ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതായി. ഇനിയിപ്പം ഷീറ്റ് വാങ്ങി കയറ്റിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ തടികളെല്ലാം ഫിറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ, കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു ഗ്ലൂ ആണേ. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒട്ടിക്കുവാണ്, കാരണം വെള്ളം ഇങ്ങോട്ട് താഴോട്ട് ലീക്ക് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി. ഇതെന്തോ സൈഡിൽ ഒരു ഷീറ്റിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്ലൂ കൊണ്ട് ഇങ്ങനെ സൈഡ് ഒട്ടിക്കുവാണ്. അപ്പോൾ ആ ഗ്യാപ്പ് അടഞ്ഞു നിൽക്കും. ഈ വീഡിയോയിൽ ഒച്ച കേൾക്കുന്നത് ഞങ്ങളുടെ അപ്പുറത്തെ നെയ്ബർ പുല്ല് വെട്ടുന്ന കേട്ടോ, അതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ ഹാഫ് വേ ഇപ്പം ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മുഴുവൻ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷെഡിൻ്റെ പണിയെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. അതിൻ്റെ റൂഫൊക്കെ നിങ്ങൾ നോക്ക്, എല്ലാം നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ 2 ചെടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 4, 3, 2, 1